ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനി അങ്ങ് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ കിടന്ന് അതും ഇതൊക്കെ പറയുകയാണ് ഈ ജാനകി. അപ്പോൾ ഇതിനു മുമ്പ് നിനക്ക് ഇങ്ങനത്തെ സ്വഭാവമൊന്നും ഇല്ലായിരുന്നല്ലോ ജാനകി, ഇപ്പം നീ എന്താ ഇങ്ങനെ ആയിപ്പോയതെന്ന് നേരെ ചോദിച്ചു നമ്മുടെ ദേവയാനി കേട്ടോ. അനാമിക എന്ന് നിന്റെ മരുമകളായി വന്നോ അന്ന് തൊട്ട് നിന്റെ സ്വഭാവം മാറി തുടങ്ങിയതാണെന്ന് പറയുമ്പോൾ മാറിയതല്ല മാറ്റിയെന്ന് പറയേട്ടത്തി എന്ന് ജാനകിയുടെ വക ഒരു ഡയലോഗ്. സ്വന്തം മരുമകളെ കാണുന്നത് പോലെ ഒരിക്കലും ഏട്ടത്തി എൻ്റെ മരുമകളെ കണ്ടിട്ടില്ല എന്ന് ജാനകി പറയുക. അല്ല, അവൾ ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നിനക്ക് നേരിട്ട് ബോധ്യപ്പെട്ടതല്ലേ ജാനകി എന്ന് ചോദിക്കുമ്പോൾ എന്ത് ബോധ്യപ്പെട്ടെന്നാ ഏട്ടത്തി പറയുന്നേ? ഞാൻ കൊടുത്ത നെക്ലേഴ്സേ അവളുടെ അച്ഛൻ മറിച്ചു വിറ്റില്ലേ എന്ന് ദേവയാനി അന്നേരം ചോദിച്ചു. എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ അതിലെത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ല എന്ന് ജാനകി പറയണു. എന്നിട്ട് അകത്തേക്ക് കയറിപ്പോയി. ജാനകി അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്യാനാ, എൻ്റെ മുന്നിൽ നിന്ന് കൈ ചൂണ്ടി സംസാരിക്കാൻ ധൈര്യമില്ലാത്തവളാ ഇപ്പോൾ വായി വരുന്നതൊക്കെ വിളിച്ചു പറയുന്നതെന്ന് ദേവയാനി അന്നേരം നയനയോട് പറഞ്ഞു കേട്ടോ. ഇതൊക്കെ കേട്ട് നയനയാണെങ്കിൽ അവിടെ ശ്വാസം മുട്ടി ഇങ്ങനെ നിൽക്കുക. എന്താ മോൾ ആലോചിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ അനിയെപ്പറ്റി ആലോചിക്കുന്നതെന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന ഫോൺ എടുത്ത് അന്നേരം തന്നെ നയനെ കനകത്തെ വിളിക്കുക. അപ്പോൾ മോളെ നയനെ, അമ്മേ, അതെ നന്ദു അവിടെ ഉണ്ടോ അമ്മയെന്ന് ചോദിച്ചു. അപ്പോൾ ഉണ്ടല്ലോ. അപ്പോൾ അവൾ നടക്കാനോ മറ്റോ പോവാണോ എന്നൊന്ന് നോക്കിക്കൊള്ളണേ, അങ്ങനെ പോവുകയാണെങ്കിൽ അമ്മയും കൂടി പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അതെന്തിനാ മോളെ? അത് പിന്നെ വേറൊന്നും കൊണ്ടല്ല അമ്മേ, അനി ഇപ്പം ഇവിടെ നിന്നേ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആണോ? അതിന് പിന്നാലെ നന്ദുവും പോവുകയാണെങ്കിൽ അവർ ഒന്നിച്ച് ഗ്രൗണ്ടിൽ വെച്ച് കാണുമെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ടെന്ന് നയന പറഞ്ഞു. അങ്ങനെയാണോ? എന്നാ ഇന്ന് ഞാനത് പൊളിച്ചടുക്കി തരാം മോളെ, മോള് വെച്ചോളാൻ പറഞ്ഞു കനകം. അങ്ങനെ ഫോണും കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നേരെ കനകം ഗോവിന്ദൻ്റെ അടുത്തേക്ക് ചെല്ലുക. എന്നിട്ട് ഗോവിന്ദേട്ടാ, അതെ നയനമോൾ ഇപ്പോൾ വിളിച്ചൊരു കാര്യം പറഞ്ഞായിരുന്നേ, അതെ നന്ദൂട്ടൻ നടക്കാൻ പോവുകയാണെങ്കിൽ ഞാൻ കൂടെ പോകണമെന്ന്. അതെന്തിനാ നീ കൂടെ പോണത്? അതോ അനിയെ അവിടുന്ന് പോയിട്ടുണ്ട് നടക്കാനാണെന്നും പറഞ്ഞ്. അതിന് നന്ദു നടക്കാൻ പോകുന്നുണ്ടോ? അറിയില്ല എന്താന്ന്. അപ്പോഴേക്കും നന്ദു ഡ്രസ്സൊക്കെ മാറി അങ്ങോട്ടേക്ക് വന്നു. അപ്പം നീ ഇതെവിടെ പോവാന്ന് ചോദിച്ചു. ഞാൻ നടക്കാൻ പോയിട്ട് വരാം. ജോലിക്ക് പോകുന്നത് കൊണ്ട് നിനക്കങ്ങനെ നടത്തുമൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പം ഇല്ലായിരുന്നു, പക്ഷെ ഇനി നടന്നു തുടങ്ങണം അച്ഛാ എന്ന് നന്ദു പറയുമ്പം ഇന്ന് എന്തായാലും നന്ദുട്ട് നടക്കാൻ പോകണ്ടെന്ന് പറഞ്ഞു കനക. അതെന്താ പോയാൽ ഞാനൊരു പോലീസ് ഓഫീസർ അല്ലേ, അതുകൊണ്ട് അത്യാവശ്യം എക്സസൈസ് ഒക്കെ ആവശ്യമാണെന്ന് നന്ദു പറഞ്ഞു. അന്നേരം ഗോവിന്ദേട്ടാ, ഞാനും കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുകയാണേ എനിക്കൊന്ന് നടക്കാൻ പോകണമെന്ന്. അപ്പോൾ ഗോവിന്ദേട്ടൻ ഇങ്ങനെ നോക്കുക. ഒന്നും പറഞ്ഞ് നന്ദു അങ്ങനെ നിൽക്കുവാണ്. മുൻപ് ഞാൻ മക്കളോടൊപ്പം നടക്കാൻ പോകാറൊക്കെ ഉണ്ടായിരുന്നില്ലേ, അത് പിന്നെ വേറൊന്നിനും ആയിരുന്നില്ല, അറിയാവല്ലോ അന്നത്തെ എൻ്റെ ഒരു പൊട്ട ബുദ്ധി. നല്ല പയ്യന്മാരെ ആരെങ്കിലുമൊക്കെ കാണുകയാണെങ്കിലേ അവരുമായിട്ട് സൗഹൃദം കൂടിയിട്ട് നവ്യയ്ക്ക് കല്യാണം ആലോചിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് കനക പറയാം. പിന്നെ പിള്ളേരുടെ കല്യാണമൊക്കെ നടന്നതിന് ശേഷം ഞാൻ അങ്ങനെ നടക്കാനേ പോയിട്ടില്ല എന്ന് നമ്മുടെ കനക പറയുമ്പോഴും നന്ദു നിന്ന് ടെൻഷൻ അടിച്ചുകൊണ്ട് നിൽക്കുക. അതിൻ്റെ ഒരു സുഖക്കുറവൊക്കെ ശരിക്കും പറഞ്ഞപ്പോൾ ശരീരത്തിനുണ്ടെന്നേ, അതുകൊണ്ട് അമ്മയും കൂടി വരാം മോളെ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അല്ല, അപ്പോൾ ഇന്നിനിപ്പം അമ്മ വരണ്ട, അച്ഛനിവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ എന്ന് നന്ദി ചോദിച്ചു. അപ്പോൾ എനിക്കൊരു 9 മണിയായിട്ട് എന്തെങ്കിലും മതി മോളെ, നിങ്ങൾ പോയാലും അതിന് മുന്നേ തന്നെ ഇങ്ങ് എത്തുമല്ലോ. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞതല്ലേ ഉള്ളൂ. അതെ അതെ അതെ. അപ്പോൾ അതല്ലമ്മേ, അമ്മയ്ക്ക് എനിക്കിപ്പം നേരത്തെ നടക്കാനൊന്നും പറ്റത്തില്ല, പിന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ പയ്യെ നടന്നോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അതല്ലമ്മേ, നടക്കുമ്പോൾ ഒന്നിച്ച് തന്നെ നടക്കണ്ടേ എന്ന് നന്ദു. അങ്ങനെ എനിക്ക് ഇന്ന് ഒരു നിർബന്ധവും ഇല്ല, എൻ്റെ പൊന്ന് നന്ദൂട്ട വേഗത്തിൽ നടന്നു, അമ്മ പതുക്കെ നടന്നു വന്നോളാം കേട്ടോ എന്ന് കനക പറഞ്ഞപ്പോൾ അമ്മ വരുന്നത് മോൾക്ക് ഇഷ്ടമില്ലാത്ത പോലെയാണല്ലോ മോളുടെ സംസാരം. അയ്യോ എനിക്കെന്ത് ഇഷ്ടക്കുറവാച്ചാ, എനിക്കൊരു ഇഷ്ടക്കുറവും ഇല്ല. പിന്നെ എന്തിനാ നന്ദൂട്ട മോളിങ്ങനെ തടസ്സം പറയുന്നത്? അതിൻ്റെ ആവശ്യം എന്താ? അല്ല, ഇനി നടക്കാൻ തന്നെയാണോ നീ പോകുന്നത്? ആണോ അതോ ഇനി വേറെ ആരെങ്കിലും കാണാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുമ്പം ഞാൻ ആരെ കാണാൻ പോകാനാ പോകുന്നത്? ഞാൻ ആരെയും കാണാനൊന്നും പോകുന്നല്ല. എന്നാ പിന്നെ അങ്ങോട്ട് നടക്ക്, അമ്മയും വരെയല്ലേ കൂടെ, നമുക്ക് ഒരുമിച്ച് നടക്കാന്നേ. അപ്പോൾ നന്ദുവിൻ്റെ പതർച്ച കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഇനിയിപ്പോൾ ശരിയാക്കി തരാമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്കും ഇങ്ങനെ ഇവർ പോകാൻ ഇറങ്ങി വരുന്നു. അപ്പോഴേക്കും നമ്മുടെ നന്ദു ഇതിപ്പോൾ അമ്മയുടെ കൂടെ പോയി ഉറപ്പായിട്ടും അമ്മ ഞങ്ങൾ തമ്മിൽ കാണാനുള്ള പദ്ധതിയാണെന്ന് കണ്ടുപിടിക്കും എന്ന് ചിന്തിച്ചിങ്ങനെ നിൽക്കുമ്പോൾ, അല്ല മോളെ നമ്മൾ ഇവിടെ നിന്ന് നടക്കുവാണോ അതോ സ്കൂട്ടറിൽ എടുത്തിട്ട് അവിടെ ചെന്നിട്ടാണോ നടക്കുന്നത്? അപ്പോൾ സ്കൂട്ടറിൽ പോയിട്ട് നടക്കാമേ ബാ എന്നും പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടെ പോണു. ഗോവിന്ദൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ അമ്മയും മോളും കൂടി നടക്കാനായിട്ട് പോണു. ഈ സമയത്ത് നമ്മുടെ അനി കുറേ ദൂരം നടന്നു. അതിന് ശേഷം വണ്ടിയിൽ വന്ന് വെള്ളമൊക്കെ കുടിച്ചു. ആ സമയത്ത് അനാമിക എന്ന് പറയണ മുതൽ അവിടെ ഇരിക്കുക.
അനാമിക ഇരിക്കുമ്പോൾ അനാമികയുടെ ഫോണിലേക്ക് കോള് വരുവാണ്. അപ്പം ജലജയാണ് വിളിക്കുന്നത്. മോളെന്താ ഇങ്ങോട്ടൊന്നും വിളിക്കാത്തതെന്ന് ചോദിച്ചപ്പം ഞാൻ അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ അപ്പച്ചിക്ക് പ്രശ്നമാവുമെന്ന് ഓർത്താ വിളിക്കാതിരുന്നെന്ന് പറഞ്ഞു. പിന്നെ എന്ന് പറഞ്ഞു ജലജ. പിന്നെ മോളെ ഇവിടുന്ന് ഒരുത്തൻ രാവിലെ തന്നെ പുറപ്പെട്ടിട്ടുണ്ടേ, ഗ്രൗണ്ടിൽ നടക്കാനാണെന്നും പറഞ്ഞാൽ പോയിരിക്കുന്നത്. പക്ഷെ കൂടെ നടക്കാൻ അവളും കാണുമെന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറയുമ്പം ഞാനും അവനും തമ്മിലുള്ള ബന്ധം തീർന്നില്ലേ അപ്പച്ചി, ഇനിയിപ്പോൾ അവൻ ആരുടെ കൂടെ നടന്നാൽ എനിക്കെന്താണെന്ന് അനാമിക ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും പറയരുത് മോളെ, ദേ അങ്ങനെ വിട്ടുകൊടുക്കരുത്. അങ്ങനെ അവൻ അവൾക്കൊപ്പം നടക്കുകയാണെങ്കിലേ മോൾക്ക് അവനെതിരെ കേസ് കൊടുത്തൂടെ എന്ന് ചോദിക്കുക. അപ്പം അനാമിക ഇങ്ങനെ നോക്കുക. നിയമപരമായിട്ട് അവൻ ഇപ്പോഴും മോളുടെ ഭർത്താവല്ലേ, അങ്ങനെ മോളുടെ ഭർത്താവായിട്ട് ഇരിക്കുന്ന ഒരുത്തൻ വേറെ ഒരുത്തിക്കൊപ്പം ചുറ്റിക്കറങ്ങുന്നത് അത്ര നല്ല കാര്യം വല്ലതും ആണോ എന്ന് ചോദിച്ചു. ഇവളെ മൂപ്പിച്ചു കൊടുക്കുവാണ് ഈ ജലജ. അപ്പോൾ അവരൊന്നിച്ച് നടക്കുകയാണെങ്കിലേ മോൾക്ക് ആ ദൃശ്യങ്ങളൊക്കെ മൊബൈലിൽ പകർത്തത്തില്ലേ എന്ന് ചോദിച്ചു. പിന്നെ എന്നിട്ട് ഏതെങ്കിലും ഓൺലൈൻ ചാനലിലൂടെ അതൊക്കെ പരത്തി വിടത്തൂല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു വഴി കിട്ടിയല്ലോ. മോള് ചാനലിലൂടെ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ആൾക്കാരങ്ങ് കരുതിക്കോളും മോളെ എന്നൊക്കെ പറയുമ്പോൾ ആണോ ഒന്നും പറഞ്ഞ് നിൽക്കുക കേട്ടോ. അതോടെ ആ നന്ദു എന്ന് പറയുന്നവരുടെ ഭാവി അങ്ങ് തീർന്നോളൂ എന്നും പറഞ്ഞു. അപ്പം ശരി അപ്പച്ചി, ഞാനെന്ന് ഇപ്പം തന്നെ അങ്ങോട്ടേക്ക് പുറപ്പെടുവാണെന്നും പറഞ്ഞു ഫോണും കട്ട് ചെയ്തു. അപ്പോൾ പെട്ടെന്ന് ജലജ പറഞ്ഞ കാര്യങ്ങൾ അമ്മയും അച്ഛനും വന്ന് മോളോട് ചോദിച്ചു ആരാ വിളിച്ചത് എന്താ എന്നൊക്കെ. അപ്പോൾ ഈ ജലജ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി വേണുവിനോട് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ ചെയ്യാൻ അവർ പറഞ്ഞെന്ന് പറഞ്ഞു. എന്തായാലും അവർ പറഞ്ഞാൽ നല്ല കാര്യം മോളെ, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് നമുക്കൊരു കളി കളിക്കാൻ പറ്റും എന്ന് പറയുവാണ്. അപ്പോൾ അത് തന്നെയാണ് അപ്പച്ചിയും പറയുന്നതെന്ന് ഈ അനാമിക പറയുന്നു. നിയമപരമായിട്ട് അവനിപ്പോഴും എൻ്റെ ഭർത്താവായതുകൊണ്ട് നന്ദുവിനൊപ്പം അവൻ കറങ്ങി നടക്കുന്നത് അവന് ദോഷം ചെയ്യുമെന്നുള്ള കാര്യവും അനാമിക പറയുക. അവനും അവളും തമ്മിൽ അടുപ്പമുണ്ടെന്നല്ലേ ഞാൻ ചാനലിലൂടെ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു തെളിവും കൂടെ കാണിച്ചാൽ ഉറപ്പായിട്ടും അത് എല്ലാവരും സത്യമാണെന്ന് വിശ്വസിച്ചോളും. എന്തായാലും അവനെൻ്റെ ജീവിതത്തിൽ നിന്ന് പോയാലും അവളുമായിട്ട് അവൻ ഒന്നിച്ചു പോകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണെന്ന് ഈ അനാമിക പറയുന്നു. മറ്റാരെങ്കിലും അവൻ്റെ ഭാര്യ ആയിക്കോട്ടെ, എന്നാൽ അവൻ പാടില്ല, എനിക്കത് നിർബന്ധമുള്ള കാര്യമാണെന്ന് പറയുമ്പോൾ മോളെ ഞാൻ കൊണ്ടുവന്ന് വിടണമെന്ന് ചോദിച്ചു. വേണ്ട അച്ഛാ, ഞാൻ പോയിട്ട് വന്നോളാം. അതുമാത്രമല്ല ആ CI അവൻ്റെ കവിളത്ത് തല്ലിയില്ലായിരുന്നോ, ആ പാടും എനിക്കൊന്ന് നേരിട്ട് കാണണമെന്ന് അനാമിക പറയുമ്പം അതെന്തായാലും നല്ല കാര്യമാണ് മോളെ. കേട്ടെടുത്തോളം ആ CIയുടെ കൈയുടെ തഴമ്പ് അവൻ്റെ മുഖത്തൊന്ന് മാഞ്ഞു പോകാനുള്ള സമയമൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു. അത് കണ്ട് എനിക്കൊന്ന് ആസ്വദിക്കണം അച്ഛാ, ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് അനാമിക തുള്ളിച്ചാടി അകത്തേക്ക് കയറിപ്പോണം. ആ സമയത്ത് അല്ല ഇനി അവൾ അവിടെ ചെന്നിട്ട് ഹനിയുടെ തല്ലും മഴക്കോട്ട് വല്ലതും ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ തല്ലും മഴക്കം ഉണ്ടായാലും നഷ്ടം അവന് തന്നെ ആയിരിക്കും രേവതി. പെൺകുട്ടികളെ തല്ലാൻ ഓരോരുത്തനും അവകാശം ഇല്ല എന്നൊക്കെ പറയുമ്പോൾ അവനൊപ്പം നന്ദു ഉണ്ടെങ്കിലോ, അവളാണ് അനാമികയെ തല്ലുന്നതെങ്കിലോ, എങ്കിലും അവൾ പഞ്ചറായത് തന്നെ. അപ്പൊ പിന്നെ നമ്മുടെ മോളെ പഞ്ചറാക്കാനാണോ നിങ്ങൾ അങ്ങോട്ടേക്ക് വിടുന്നതെന്ന് രേവതി ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കില്ല എൻ്റെ രേവതി. നന്ദു നമ്മുടെ മോളെ തല്ലിയാലും പരുക്ക് നന്ദുവിന് തന്നെ ആയിരിക്കും. അത് വെച്ച് അവർക്കെതിരെ നമ്മൾ കേസ് കൊടുക്കുമെന്നും വേണു പറയുക. ഈ സ്റ്റേഷനിലെ CI ഉണ്ടല്ലോ എൻ്റെ അടുപ്പക്കാരനാ. പിന്നെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അവൻ്റെ അമ്മാവനെ ഞാൻ പൈസ കൊടുത്ത് മുടിഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ഒരു സ്നേഹം അയാൾക്ക് നമ്മളോടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ ഇങ്ങനെ പറയുന്നു കേട്ടോ. എന്നിട്ട് കെട്ടിയനും കെട്ടിങ്ങളോട് വലിയ സ്വപ്നമൊക്കെ കണ്ടിങ്ങനെ അവിടെ നിൽക്കുവാണ്. ഇത് കഴിഞ്ഞ് പിന്നെ നന്ദു അമ്മയും കൂടെ നടക്കാനായിട്ട് വന്നു. അപ്പോൾ ഇവിടെയാണോ നന്ദോട്ട് നടക്കുന്നത്? നമുക്ക് ഇവിടെ നിന്ന് തന്നെ നടന്നു തുടങ്ങാം അമ്മേ. അപ്പോൾ കുറച്ച് സമയമുള്ളൂ, 1-2 റൗണ്ട് നടക്കുമ്പോൾ തന്നെ മടുക്കും അമ്മേ. ഇതാകുമ്പോൾ നേരത്തെ കൂടി എത്ര ദൂരം വേണമെങ്കിലും നടക്കാമല്ലോ അമ്മേ എന്നൊക്കെ പറയുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ കനക ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കുക അവിടെ എങ്ങനെ അനി വന്നിട്ടുണ്ടോന്ന്. സത്യം പറ, നീ ഇന്ന് മനഃപൂർവ്വം അങ്ങോട്ട് പോകാത്തതാണോ? അപ്പം എന്തിനാ മനഃപൂർവ്വം ഞാൻ അങ്ങോട്ട് പോകാതിരിക്കുന്നത്? നമ്മളെന്താ അവിടെ പിടിച്ച് വിഴുങ്ങുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നന്ദു ചോദിച്ചു. എന്തോ എനിക്കറിയില്ല. പിന്നെ എന്നാൽ പിന്നെ സ്കൂട്ടർ അങ്ങോട്ട് ഒതുക്കി വെച്ചേക്ക്, നടക്കാം എന്ന് നമ്മുടെ കനക പറഞ്ഞു. എന്നിട്ട് നന്ദു ഇങ്ങനെ ഇറങ്ങി. അപ്പോൾ അമ്മ ഞാൻ കുറച്ച് സ്പീഡിലായിരിക്കും കേട്ടോ അമ്മ നടക്കുന്നത് എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് അണപ്പം എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വീട്ടിൽ കൊണ്ട് വിടാമെന്നൊക്കെ നന്ദു പറഞ്ഞു. അതെ, ഇത്തിരി അണപ്പൊക്കെ ഉണ്ടെങ്കിലേ ഞാൻ ഇന്ന് ഫുൾ ടൈം മോളുടെ കൂടെ തന്നെ കാണും കേട്ടോ. എൻ്റെ അണപ്പ് മാറാനും ശരീരം ഒന്ന് ഉഷാറാവാനും വേണ്ടിയിട്ടാണ് ഞാൻ നിന്നോടൊപ്പം നടക്കാമെന്ന് തന്നെ സമ്മതിച്ചത് കേട്ടോ. ഇങ്ങോട്ടൊന്നും പറഞ്ഞുകൊണ്ട് മോളുടെ കയ്യും പിടിച്ചിങ്ങനെ പോകുമ്പോഴത്തേക്കും നന്ദുവിൻ്റെ ഫോൺ റിങ് ചെയ്തു. അപ്പോൾ ദൈവമേ അനിയായിരിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ തന്നെ കണ്ടു അത് അനിയെന്നും പറഞ്ഞാൽ വന്നേക്കുന്നത്. അത് കണ്ടപ്പോഴത്തേക്കും നന്ദുവിൻ്റെ ഉള്ള ജീവനങ്ങ് കത്തിപ്പോയി. കട്ട് ചെയ്ത് അമ്മയുടെ ശ്രദ്ധ തിരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു സാർ ഞാൻ അങ്ങനെ ചെയ്യാം, ഓക്കെ സാർ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു ഫോണും കട്ട് ചെയ്ത്. അപ്പോൾ ആരാ വിളിച്ചത്? അത് തന്നെ സാറെന്ന് വിളിച്ചപ്പോൾ തന്നെ അമ്മയ്ക്ക് മനസ്സിലായില്ലേ ആ CI വിളിച്ചത്. ഇന്നൊരു കേസിനെ കുറിച്ച് എന്നോട് പറയാനുണ്ടെന്ന്. അതിപ്പോൾ നീ സ്റ്റേഷനിലോട്ട് ചെല്ലുമല്ലോ, അപ്പം പറഞ്ഞാൽ പോരെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കറിയില്ല അമ്മേ. അമ്മയ്ക്ക് മനസ്സിലായി. ഇതേ
മോളുടെ ശബ്ദം കേൾക്കാൻ വേണ്ടി സച്ചിൻ മോൻ വിളിക്കുന്നതാ എന്ന് കനക നന്ദുവിനോട് പറയുമ്പോൾ, ഓ അതിൻ്റെ ഇടയ്ക്കകത്ത് സച്ചിൻ മോനും ആയോ എന്ന് ചോദിച്ചു നന്ദു. ഓ പിന്നെന്താ, എൻ്റെ മരുമോനാകാൻ പോകുന്ന കൊച്ചിനെ പിന്നെ മോനെന്നല്ലാണ്ട് പേര് വിളിക്കാനൊക്കെ പറ്റും എന്നെ കൊണ്ട്. ശരി വാ നടക്കാം പറഞ്ഞ് നന്ദു കനകത്തെയും കൂട്ടി പോവുക. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നടക്കുന്നു. കനകമാണെങ്കിലും നന്ദുവിൻ്റെ കൈക്കകത്തോടെ കൈയിട്ടിങ്ങനെ നടക്കുന്നത്. അപ്പോഴത്തേക്കും നന്ദുവിന് ടെൻഷനാണ്. അവൻ എന്നെ അവിടെ കാത്തു നിൽക്കുമായിരിക്കും, ഞാൻ മൊബൈൽ അറ്റൻഡ് ചെയ്തതും ഇല്ലല്ലോ, അമ്മയുടെ മുന്നിൽ വെച്ചാണെങ്കിൽ പെട്ടുപോയെന്ന് പറയാനും പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നന്ദു ഇങ്ങനെ ചിന്തിച്ച് വിഷമിച്ച് നടക്കുമ്പം, അല്ല സ്പീഡിൽ നടക്കണമെന്ന് പറഞ്ഞിട്ട് നീ എന്താ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടക്കുന്നേ, എന്നാൽ പിന്നെ സ്പീഡിൽ തന്നെ നടക്കാം വാ ഇങ്ങോട്ടെന്നും പറഞ്ഞുകൊണ്ട് കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് പോവുക നന്ദു. സമയത്ത് അനിയാണെങ്കിൽ അവിടെ ടെൻഷൻ അടിച്ചിങ്ങനെ അവിടെ ഇരിക്കുവാണ്. അപ്പോൾ അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന നമ്മുടെ അനി, അവൾ ഇതുവരെ വന്നില്ലല്ലോ, വിളിച്ചിട്ടാണെങ്കിൽ അവൾ എടുക്കുന്നുമില്ലല്ലോ, എന്തോ കുഴപ്പമുണ്ടല്ലോ, അല്ലെങ്കിൽ അവളങ്ങനെ എന്നെ പറ്റിക്കാനൊന്നും പോകുന്നില്ല, ഇനി പറ്റിച്ചതാണെങ്കിൽ അവൾക്ക് അതിന് ഒരുപാട് വില നൽകേണ്ടി വരുമെന്നൊക്കെ അനി ഇങ്ങനെ അവിടെ നിന്ന് സ്വയം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അല്ല അവൾ മനഃപൂർവ്വം എന്തായാലും വരാതിരിക്കില്ല, കാരണം എന്നെപ്പോലെ തന്നെ അവൾക്കും എന്നെ കാണാനുള്ള ആഗ്രഹമൊക്കെ ഉള്ളതാ. പിന്നെ ഇപ്പം എന്തായിരിക്കും പറ്റിയിട്ടുണ്ടാവുക, അവൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ കൂടിക്കാഴ്ച തന്നെയാണെന്നൊക്കെ പറയുന്നു. അതുകൊണ്ടിപ്പോൾ ഇടയ്ക്ക് ആരോ തടസ്സമായിട്ട് വന്നിട്ടുണ്ട്, അതല്ലാതെ ഇങ്ങനെ വരാൻ വഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ അനി ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് കനക കൈയൊക്കെ വീശി നല്ല സെറ്റപ്പായിട്ട് നടക്കുവാണ്. നന്ദു ആണെങ്കിൽ കൈയൊക്കെ ചുരുട്ടി പിടിച്ച് 4 പാട് നോക്കി. അങ്ങനെ വരുന്ന വണ്ടി പോലും നമ്മുടെ നന്ദു ശ്രദ്ധിക്കുന്നില്ല. ഇപ്പം നന്ദുവിൻ്റെ ഫോണിലേക്ക് വീണ്ടും കോൾ വരുന്നു. അങ്ങനെ ആ കോൾ എടുക്കാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നന്ദു നിൽക്കുമ്പോൾ മോൾ ആരാന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും എടുത്തു. ഹലോ യെസ് സാർ, ഒരു കുഴപ്പമില്ല സാർ, അവൻ്റെ നെഞ്ചിടിച്ച് ഞാൻ കലക്കിക്കൊള്ളാം, അല്ലെങ്കിലും ഇത്തരക്കാരെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ വെറുതെ വിടില്ലല്ലോ. ശരി സാർ എന്ന് പറഞ്ഞ് നന്ദു വീണ്ടും ഫോണങ്ങ് കട്ട് ചെയ്തു. ഇതൊക്കെ കട്ട് ചെയ്തിട്ടാണ് പറയണത്. അപ്പോൾ വീണ്ടും CMOനാണോ വിളിച്ചേ? അപ്പോൾ അതെ, ഭാര്യ തല്ലി കാലൊടിച്ച ഒരു കള്ളുകുടിയനെ സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ടേ, അവൻ്റെ കാര്യം പറയാനായിട്ടാണ് സാറ് വിളിച്ചത് എന്ന് പറയുമ്പോൾ ആണോ എന്നും പറഞ്ഞ് കനക എങ്ങനെ നിൽക്കുന്നു എന്നും പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ആ CMOൻ മോളെ വിളിക്കുന്നുണ്ടല്ലോ അല്ലേ, സീനിയർ ഓഫീസർ ആകുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ വിളിക്കുമല്ലോ അമ്മേ. അപ്പം അങ്ങനെ ഇവർ നടന്നിങ്ങനെ വരുന്നു. അപ്പോഴേക്കും എന്ത് ചെയ്യും, നമ്മുടെ CI പോലീസ് വണ്ടിയിൽ വരുന്നു. CI വന്ന് ഇവരുടെ മുന്നിൽ നിൽക്കുക. അപ്പോൾ പണിപ്പാളി തെണ്ടിക്കുത്തോളായിരുന്നു നമ്മുടെ നന്ദു. CIയുടെ വണ്ടിയാണല്ലോ ദൈവം വരുന്നതെന്ന് പറഞ്ഞ് നന്ദു ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പോൾ കനകം മോനെ നോക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ട്വിസ്റ്റ് അവിടെ. അപ്പോഴത്തേക്കും നമ്മുടെ കനകം ഇങ്ങനെ നന്ദുവിനെ നോക്കുന്നു, CIയെ നോക്കുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ വരുന്ന സമയത്ത് വലിയ ചിരിയൊക്കെ ചിരിച്ച് മോൻ അങ്ങോട്ടേക്ക് ചെല്ലുക. അപ്പം മോനെ അയ്യോ എന്തൊരു സ്നേഹമാണോ മതി, ഞാൻ നന്ദുവിൻ്റെ അമ്മയുടെ കാര്യം ഇപ്പോൾ ഓർത്തതേ ഉള്ളൂ, അപ്പോഴാണ് രണ്ടാളും മുന്നിൽ വന്ന് പെട്ടത്, അല്ല നടക്കാൻ ഇറങ്ങിയതാണോ? അതെ മോനെ, മോൻ ഇപ്പോൾ ഇവിടെ അങ്ങോട്ട് വിളിച്ചല്ലേ ഉള്ളൂ, അതിന് മുന്നേ ഇങ്ങ് എത്തിയോ എന്ന് കനകം ചോദിക്കുമ്പം ഞാനപ്പോൾ വിളിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അത് പിന്നെ ഇടയ്ക്ക് മോൾക്കൊരു കോള് വന്നായിരുന്നേ, അത് മോൻ്റെ ആണെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് നന്ദു. അപ്പോൾ ആരാ നന്ദു വിളിച്ചത്? അത് പിന്നെ ഒരു സ്ത്രീ എന്നെ വിളിച്ചതെന്ന് നന്ദു പറഞ്ഞു. അവരെ കള്ള് കുടിച്ചിട്ട് അവരുടെ ഭർത്താവ് അടിക്കുന്നു എന്ന്. അപ്പോൾ അത്രക്കാരെ വെറുതെ വിടരുത്, ഇടിച്ച് അവൻ്റെയൊക്കെ നാട്ടിൽ ഓടിക്കണമെന്ന് നമ്മുടെ സച്ചിൻ നന്ദുവിനോട് പറയുക. അവിടെ പൊളിഞ്ഞു. അപ്പോൾ അത് തന്നെ ആ മോള് അവരോട് പറഞ്ഞത് അല്ലേ, ഇടിച്ച് അവൻ്റെ നാട്ടിൽ ഓടിക്കണമെന്ന്. അല്ല മോളെ എന്ന് കനകം. അപ്പം അതെ. അല്ല മോൻ എങ്ങോട്ടാ? അത് പിന്നെ ഞാൻ ബീച്ച് വരെ നടക്കാൻ വേണ്ടിയിട്ട്. അല്ല നിങ്ങൾ നടക്കാൻ ഇറങ്ങിയതല്ലേ എന്ന് ചോദിച്ചു. എന്നാൽ പിന്നെ ബീച്ചിൽ നമുക്ക് ഒരുമിച്ച് നടന്നാലോ? അപ്പോഴേക്കും നന്ദു അല്ല ഞങ്ങൾക്ക് ഇവിടെ നടക്കുന്നതാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ലെന്നേ അങ്ങനെയൊന്നും ഇല്ലുളിയമ്മ പറയുന്ന മോനെ, ആരാ പറഞ്ഞത് നമുക്കതാ ഇഷ്ടമെന്ന്, നമുക്ക് ബീച്ചിലേക്ക് പോകാം മോനെ എന്നും പറഞ്ഞ് കനക പറയണു. അപ്പോൾ അമ്മ മുന്നിൽ കയറാൻ പറഞ്ഞു. അയ്യോ ഞാൻ മുന്നിലൊന്നും ഇരിക്കുന്നില്ല, നിങ്ങൾ പോലീസുകാർ രണ്ടുപേരും കൂടെ മുന്നിലിരുന്നാൽ മതിയെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഇരുന്നോളാം എന്ന് പറയുമ്പോൾ അല്ലമ്മേ അമ്മ മുന്നിലിരുന്നാൽ മതിയെന്ന് പറഞ്ഞു നന്ദു. വേണ്ട ഞാൻ പിന്നിലിരുന്നോളാവന്നേ, മോള് മുന്നിൽ കയറിക്കോളാൻ പറഞ്ഞു. അതല്ലേ വേണ്ടത്, അതല്ലേ അതിൻ്റെ ഒരു ശരി, ഇനിയിപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി അല്ലേ ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയണു കനകം. എന്നിട്ട് പിടിച്ച് വലിച്ച് നന്ദുവിനെയും കൊണ്ട് പോവുക. അപ്പോൾ എൻ്റെ പൊന്ന് സച്ചി നീ കൃത്യസമയത്ത് തന്നെ ലാൻഡ് ചെയ്തത്, കാണേണ്ടവളെ കാണുകയും ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സച്ചി നന്ദുവിനെ നോക്കിയൊരു ചിരിയും ചിരിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് പോവാല്ലേ, പോവാമ്മേ, പിന്നെ നമുക്ക് പോകാൻ മോനെ വണ്ടി എടുത്തോ എന്ന് പറഞ്ഞ് ഇവർ നേരെ ബീച്ചിലേക്ക് പോകുന്നു. ഈ സമയത്ത് പാവം നമ്മുടെ അനി നടന്ന് തളർന്ന് ഇങ്ങനെ അവിടെ ഇരിക്കുക കേട്ടോ. പലതും ആലോചിച്ച് കൂട്ടും. അശോ എല്ലാം പണിപ്പാളിയിലോ അശോ എന്നും പറഞ്ഞു. അപ്പോഴേക്കും ദേ വരുന്നു ആ മുതൽ അനാമിക വന്ന് അനിയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഇതിനെ കണ്ടപ്പോഴേക്ക് നമ്മുടെ അനിയുടെ പകുതി ജീവൻ അങ്ങ് പോയി. ഇവള് തുള്ളിച്ചാടി നേരെ ചുമ്മാ ചൊറിയാനായിട്ട് അനിയുടെ അടുത്തേക്ക് വരുക.
അപ്പോൾ അനി ഇങ്ങനെ ഇവളെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ അങ്ങനെ തലയും തിരിച്ചവിടെ ഇരിക്കുക. അപ്പോൾ എന്നെ അല്ല നീ ഇവിടെ പ്രതീക്ഷിച്ചതല്ലേ എന്ന് അനാമിക ചോദിക്കുമ്പം നിന്നെ പ്രതീക്ഷിക്കേണ്ട കാര്യം എനിക്ക് എന്താണെന്ന് ചോദിച്ചു. എനിക്ക് അറിയാടാ നീ ഇവിടെ തന്നെ കാണുമെന്ന്, അതാടാ ഞാൻ വന്നതെന്നൊക്കെ അനാമിക പറയണു. നിന്റെ കവിളത്ത് കാര്യമായിട്ട് തന്നെ അല്ലടാ കിട്ടിയതെന്ന് ചോദിച്ചപ്പം ഓ എനിക്കല്ലേ കിട്ടിയത്, അതുകൊണ്ട് നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ ഉണ്ടോയെന്ന് ചോദിച്ചു അനി ഇവളോട്. അപ്പോൾ എടാ നീയും ഞാനും തമ്മിൽ ഇനി യാതൊരു ബന്ധവുമില്ല, നിന്നെയും നിന്റെ കുടുംബത്തെയും ഏതൊക്കെ രീതിയിൽ തകർക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യും ഞാനെന്ന് അനാമിക അനിയോട് പറയണു. ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അപ്പോഴും എനിക്കൊരാഗ്രഹമുണ്ട്, എൻ്റെ വീട്ടിൽ കയറി എൻ്റെ അച്ഛനെയും അമ്മയെയും തല്ലിച്ചതച്ച് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എന്നെ ഒരുപാട് വിഷമിപ്പിച്ച നന്ദു എന്ന് പറയുന്നവളും നീയും ഒരിക്കലും ഒന്നിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് നീ ഇനി എത്തി നോക്കണ്ട, ഞാൻ ആർക്കൊപ്പം ജീവിക്കണമെന്നും എങ്ങനെ ജീവിക്കണമെന്നും ഇനി തീരുമാനിക്കുന്നത് ഞാനാണെന്ന് അനി പറഞ്ഞു. എൻ്റെ മുത്തച്ഛനും മുത്തശ്ശിയും പോലും ഇനി ഇപ്പം നിനക്കെതിരാണ്, അതുകൊണ്ട് എൻ്റെ ആഗ്രഹങ്ങൾ നടപ്പിലാക്കാൻ എനിക്ക് വലിയ പാടൊന്നുമില്ല എന്നും അനി അനാമികയോട് പറയുമ്പോൾ നിൻ്റെ വീട്ടിൽ ആരുടെ സപ്പോർട്ടും എനിക്ക് വേണ്ടടാ, അതൊരു വീടോ അതോ ഭ്രാന്താലയോ എന്നെ നാടാ അതെന്നും ചോദിച്ച് അനാമിക അനിയെ കുറ്റപ്പെടുത്തി പറയാം. കൊട്ടാരമാണെന്നാണ് അനന്തപുരി തറവാടിനെ പറ്റി പുറത്തുള്ളവരൊക്കെ പറയുന്നത്. അതേടാ അതൊരു കൊട്ടാരം തന്നെയാണ്, ഞാൻ പറഞ്ഞതുപോലെ അവിടെ നടക്കുന്നത് രാജഭരണമാണെന്ന് മാത്രം. താടി വളർത്തിയൊരു രാജാവും അയാൾ പറഞ്ഞു കേട്ട് മുട്ടിലെഴുന്ന കുറെ കൊച്ചുമക്കളും അതല്ലേടാ അതെന്ന് ചോദിച്ചു. ഈ നൂറ്റാണ്ടിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ അങ്ങനെ ഒരു ജീവിതമൊക്കെ ഉണ്ടോടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ കിടന്ന് ഒച്ച വെച്ചുകൊണ്ടിരിക്കാം. നാട്ടിലുള്ള പഴമക്കാരെ സഹിക്കാൻ മേലാത്തത് കൊണ്ട് നാട് വിട്ടു പോകുന്ന ഒരു തലമുറയാണ് ഇന്നുള്ളത്. ആ ഒരു സമയത്ത് ഒരു ആനന്ദമൂർത്തി വന്നേക്കുന്നത്. ആ ജീവിതം ഇഷ്ടപ്പെടുന്നവരാടി ഞങ്ങളുടെ വീട്ടിലുള്ളവരെന്ന് അനിയ നേരികളോട് പറഞ്ഞു. നിന്റെ അച്ഛനും വലിയച്ഛനും ഏട്ടനും ഒക്കെ മുത്തച്ഛനെ അനുസരിച്ച് തന്നെയാണ് ജീവിച്ചതെന്നൊക്കെ പറയുന്നു. ഞാനും അങ്ങനെ തന്നെയാണെന്ന്. പിന്നെ അനന്തപുരി തറവാട്ടിൽ ജനിക്കാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നതെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയുള്ള നിന്നെപ്പോലെ ഒരു പഴഞ്ചൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതാണ് എൻ്റെ ഭാഗ്യക്കേടെന്ന് അനാമിക പറയുമ്പോൾ അയ്യോ ആ പഴഞ്ചൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ നീ എന്തൊക്കെ നാടകങ്ങളാടി കളിച്ചതെന്ന് അനി അന്നേരം ചോദിച്ചു. നിന്റെ അച്ഛനും അമ്മയും എന്തൊക്കെ നാടകങ്ങളാടി കളിച്ചതെന്ന് ചോദിച്ചു. അന്നേരം ഉത്തരം മുട്ടി. കാലാണേടാ സ്വത്തുണ്ടോടി നിനക്ക് നിന്റെ വീട്ടുകാർക്കും എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവക്ക് പറയാൻ വാക്കുകളൊന്നുമില്ല. വലിയ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് വന്നതാ. മല പോലെ വന്ന അനാമിക എരി പോലെ ആക്കി ഒരു മൂലയ്ക്ക് നിർത്തിയിരിക്കുക ഇപ്പം നമ്മുടെ അനി. കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരു കാറ് വീട്ടിൽ കൊണ്ട് ഇട്ടത് അത് വാടകയ്ക്ക് എടുത്ത കാറിലേടി എന്നൊക്കെ അനി ഇങ്ങനെ ഇവളോട് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ കണക്കായി പോയടാ എന്ന് നാണമില്ലാത്ത അനാമിക പറയുന്നു. നിന്നെയും നിന്റെ തറവാട്ടിലുള്ളവരെയും പറ്റിച്ചതിലേ എനിക്ക് ഒരു കുറ്റബോധവും തോന്നുന്നില്ലടാ, നിങ്ങളെല്ലാവരും അതിന് അർഹരാടാ. നീയും ഞാനും തമ്മിൽ നിയമപരമായി വേർപിരിഞ്ഞിട്ടില്ല, ആ ചടങ്ങ് കൂടി മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അങ്ങനെ വെറും കൈയോടെ എന്നെ പറഞ്ഞു വിടാമെന്ന് നീ കരുതുകയും വേണ്ട. എനിക്ക് ഞാൻ ആവശ്യപ്പെടുന്ന കോമ്പൻസേഷൻ തരേണ്ടി വരുമെന്ന് അനാമിക പറയുമ്പം അയ്യോ തരാം, അങ്ങനെയെങ്കിലും നീ ഒന്ന് ഒഴിഞ്ഞു പോയാൽ മതിയെന്ന് അനി പറഞ്ഞു. നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ എനിക്ക് സന്തോഷം തന്നെയാടാ എന്ന് അനാമിക എന്നിട്ട് പറഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ എനിക്ക് നിന്നോട് സ്നേഹമില്ല എന്നുള്ളത് നിനക്ക് നല്ല ഒന്നാന്തരമായിട്ട് അറിയാം. ഞാൻ സ്വത്ത് മോഹിച്ചിട്ട് തന്നെയാ നിന്റെ ഭാര്യയായിട്ട് വന്നത്, അത് ഇനി എനിക്ക് പറയാൻ ഒരു മടിയും ഇല്ല എന്നും ഈ അനാമിക പറഞ്ഞു. സോഷ്യൽ മീഡിയയിലൂടെ നീ എൻ്റെ കുടുംബത്തിൻ്റെ മുഖത്ത് കരിവാരി തേച്ചില്ലേടി എന്ന് ചോദിച്ചു. പിന്നെ അവിടെയും നീയും നിന്റെ വീട്ടുകാരും ഒരു ബ്ലാക്ക് മെയിലിംഗ് ആണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നും പറഞ്ഞ് നീയൊക്കെ ചിന്തിച്ചതുപോലെ കാര്യങ്ങളും നടന്നില്ല അല്ലേ, അവിടെയാണ് എൻ്റെ മുത്തച്ഛൻ വേറിട്ട് നിൽക്കുന്നതെന്ന് അനി ഇവളോട് പറയുക കേട്ടോ. ഭീഷണിയിലൂടെ എൻ്റെ മുത്തച്ഛനെ ആർക്കും കീഴ്പ്പെടുത്താൻ പറ്റില്ല, സ്നേഹം കൊണ്ട് മാത്രമേ അതിന് പറ്റത്തുള്ളൂ എന്ന് പറയുമ്പം ആ പല്ല് കൊഴിഞ്ഞ സിംഹത്തിനെ ആരാടാ സ്നേഹിക്കുന്നതെന്ന് അനാമിക അന്നേരം ചോദിച്ചു. അയാൾ പോയാലേ ആ തറവാട് നന്നാവുള്ളൂ എന്ന് പറഞ്ഞ് ഇവളിങ്ങനെ ചൊടിപ്പിച്ചുകൊണ്ടിരിക്കുക അനിയെ. അയാൾക്ക് വന്ന രോഗം മാറാൻ പാടില്ലായിരുന്നു, കിടന്ന് നരകി ചൈല ചാവണമായിരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും നിർത്തിടി എന്ന് പറഞ്ഞു അനി. ഭയങ്കര ദേഷ്യം വന്നു. നീ മറ്റുള്ളവരെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷെ എൻ്റെ മുത്തച്ഛനെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ പറഞ്ഞ നീ എന്ത് ചെയ്യടാന്ന് ചോദിച്ചു. അയാളാ ആ അനന്തപുരി തറവാടിൻ്റെ ശാപം എന്ന് പറഞ്ഞു. മൂത്ത കൊച്ചുമകൻ എന്ത് തെറ്റ് ചെയ്താലും കൊട പിടിച്ചു കൊടുക്കുന്ന ഒരാൾ, അവനെ പോലെ അയാൾക്കും കാണും നാട് നീള ബന്ധങ്ങൾ, അതിൽ മക്കളും കൊച്ചുമക്കളും ഒക്കെ കാണും. നിർത്തടിയെന്നും പറഞ്ഞ് പേര് വഴിയിലിട്ട് കൂട്ടത്ത് വെക്കണം, ചെവിക്കല്ല് തീർത്ത് നമ്മുടെ അനി ഒരെണ്ണം. അങ്ങനെ അനാമികയുടെ അണപ്പല്ല് തീർപ്പിച്ചു നമ്മുടെ അനി. അവള് ഞെട്ടിപ്പോയി, ഇങ്ങനെ അടി കിട്ടുമെന്ന് അവള് പ്രതീക്ഷിച്ചില്ലല്ലോ. അപ്പൊ നീ തല്ലിയല്ലേടാ? ആ അതേടി, എൻ്റെ മുത്തച്ഛനെയും ഏട്ടനെയും പറ്റി പറഞ്ഞു, ഇനിയും ഞാൻ തല്ലുവടി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാ. ചെല നീ കൊണ്ട് കേസ് കൊടുക്കടി ചെല്ലടി എന്നും പറഞ്ഞുകൊണ്ട് അനി എന്നിട്ട് അവളെ പറഞ്ഞു വിട്ടു. നിന്നെ കാണിച്ചു തരാടാ, നിനക്ക് കിട്ടാനായിട്ട് ഇനിയും കിട്ടാനുണ്ടടാ, അതുകൊണ്ടാണ് നീ എൻ്റെ കവളത്ത് കൈവച്ചത്, നിനക്ക് ഞാൻ കാണിച്ചു തരാടാ എന്നും പറഞ്ഞുകൊണ്ട് ഇവൾ അവിടെ നിന്ന് അങ്ങ് പോയി. എനിക്ക് ഒരെണ്ണം കൊടുത്തല്ലോ എന്നല്ല ആത്മസംതൃപ്തിയിൽ അനി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. എനിക്കാണെങ്കിൽ രക്തം തിളച്ചിങ്ങനെ അവിടെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. എന്തായാലും അവൾ അടി കൊടുത്ത് അടി മേടിച്ചിട്ടാണ് പോയിരിക്കുന്നത്. അപ്പം അങ്ങനെ പിന്നെ നമ്മുടെ
നന്ദുവും അതുപോലെ ഇവർ വണ്ടിയിൽ അങ്ങ് പോവുക. അപ്പോഴത്തേക്കും നന്ദുവിന് ഭയങ്കര ടെൻഷൻ. അവനവിടെ അവിടെ കാണുമല്ലോ, ആകെ കുഴപ്പമായല്ലോ, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാം. അപ്പോൾ സീമോൻ പറഞ്ഞതുപോലെ മോനെ ഒന്ന് കണ്ടിരുന്നെങ്കിലെന്ന് ഞാനിപ്പോൾ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. കനകം അന്നേരം ചാടിക്കയറി പറഞ്ഞു. നന്ദുവിനെ ഒന്നും അങ്ങ് തീരെ ഇഷ്ടമാവുന്നില്ല. അപ്പോൾ നമ്മുടെയൊക്കെ മനസ്സ് ഓരോ രീതിയിലാണ് ചിന്തിക്കുന്നതെന്ന് പറയുമ്പോൾ അതെ അതെ അതുകൊണ്ടാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന സമയത്ത് പരസ്പരം കാണാനൊക്കെ പറ്റുന്നതെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആരെ കാണരുതെന്ന് ആഗ്രഹിച്ചോ അവൻ തന്നെ എൻ്റെ മുന്നിൽ വന്ന് പെട്ടല്ലോ ഒന്ന് നന്ദു അന്നേരം ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക. ഈ സച്ചിക്കാണെങ്കിൽ ഭയങ്കര അങ്ങ് ഇഷ്ടപ്പെട്ടു. സച്ചിൻ ഇങ്ങനെ നോക്കുക നന്ദുവിനെ. എന്നിട്ട് പിന്നെ ഇവർ ബീച്ചിലെത്തി. ഇവർ ബീച്ചിലേക്ക് ഇങ്ങ് പോരുന്നു. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതി അവിടെ ചെടി നനച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും തല്ലും വാങ്ങിച്ച് മോള് വീട്ടിലേക്ക് വന്നിരിക്കുവാണ്. അപ്പം മുഖത്ത് കവിളത്ത് പാടൊക്കെ ആയിട്ട് വരുന്ന മകളെ കണ്ടപ്പോഴേക്കും അമ്മയും അച്ഛനും കൂടെ അയ്യോ എൻ്റെ മോളെ എന്ന് പറഞ്ഞ് ഓടി അങ്ങ് ചെന്നു. എന്തു പറ്റി മോളെ ഇത്? എൻ്റെ കുഞ്ഞിൻ്റെ മുഖത്ത് പാടൊക്കെ ഉണ്ടല്ലോ, ഇത് എവിടെ നിന്ന് പറ്റിയതാ? അപ്പം തല്ലി, അവള് മോളെ തല്ലി എന്നും പറഞ്ഞുകൊണ്ട് വേണു. കണ്ടാൽ അറിയാം ഇത് നന്ദുവിൻ്റെ കയ്യിലെ പാടാണെന്നൊക്കെ പറയുമ്പോൾ ആണിൻ്റെയും പെണ്ണിൻ്റെയും കയ്യിലെ പാട് തിരിച്ചറിയാൻ കഴിയത്തരാ അച്ഛനായി പോയി എൻ്റേതെന്നും പറഞ്ഞ് ഈ അനാമിക അങ്ങനെ പറയാം. എൻ്റെ കവിളത്ത് തല്ലിയത് അവളല്ല അവനാ. ഏതവനാണ് എൻ്റെ മോളെ തല്ലിയത് എന്ന് വേണു ചോദിക്കുമ്പോൾ ഞാൻ ആരെയാണോ കാണാൻ പോയത് അവൻ തന്നെയാണ് ആ അനിയെന്ന് പറയുന്നവൻ എന്നെ തല്ലിയതെന്ന് പറയണു. ഈ അനാമിക അമ്മയോടും അച്ഛനോടും വന്നേ. അപ്പോൾ അവനപ്പോൾ അവളും ഉണ്ടായിരുന്ന മോളെ. അപ്പം ഞാൻ ഒരുത്തിയെയും അവിടെ എങ്ങും കണ്ടില്ല എന്ന് അനാമിക പറഞ്ഞു. അവൻ്റെ മുഖത്ത് പാട് കണ്ട് ഞാൻ സന്തോഷം പ്രകടിപ്പിച്ചപ്പോൾ അതിനുശേഷം അവൻ്റെ വീട്ടിലുള്ളവരെയും പറഞ്ഞെന്ന് പറഞ്ഞു. എന്നും പറഞ്ഞ് വേണു ഇങ്ങനെ നിൽക്കുക. അവൻ്റെ മുത്തശ്ശനെ പറഞ്ഞതേ അവന് തീരെ അങ്ങ് ഇഷ്ടമായില്ല. ആ ദേഷ്യ അവൻ എൻ്റെ കവിളത്ത് തീർത്തതെന്നും പറഞ്ഞു. ഷോന്നും പറഞ്ഞ് രേവതി നിൽക്കും. അന്നേരം ദേ നോക്കൂ നിങ്ങൾ കണ്ടോ ആ വിരലെല്ലാം അതേപടി ഉണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ലല്ലോ മോളെ എന്ന് വേണു. അതേ അതും ആൾക്കാർ നിൽക്കുന്ന കവിളത്ത് വെച്ചാ എൻ്റെ കവിളത്ത് അവൻ അടിച്ചതെന്നൊക്കെ പറഞ്ഞ് അനാമിക തുള്ളുവാ കിടന്ന്. അതും അടി കൊണ്ട ശേഷം എൻ്റെ കവിളത്ത് അരിച്ചു പോയി. അനി തല്ലിയപ്പോൾ എൻ്റെ ചെവി കണ്ണിൽ നിന്ന് പൊന്നീച്ച് പറന്നു പോയെന്ന് പറഞ്ഞു. നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്ന മനുഷ്യ എന്ന് രേവതി അന്നേരം ചോദിച്ചു. മോളെ ഈ തല്ല് നിന്റെ പരാജയമല്ല മറിച്ച് ഭാഗ്യമാണെന്ന് നീ കരുതിക്കൊള്ളാൻ പറഞ്ഞു. അച്ഛൻ ഇങ്ങനെ ഓരോ വാചകം അടിക്കാതെ എന്നാ ചെയ്യാൻ പറ്റണമെന്ന് വെച്ചൊന്ന് ചെയ്യാൻ പറഞ്ഞു പുള്ളിക്കാരി. അപ്പം മൂർത്തിയെയും കുടുംബത്തെയും അടിക്കാൻ പറ്റിയ വടി മൂർത്തിയുടെ കൊച്ചുമോൻ തന്നെ നമ്മുടെ കയ്യിലേക്ക് കൊണ്ട് ഇട്ടിരിക്കുക. നീ അവിടേക്ക് പോകുമ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു മോളെ എന്നും പറഞ്ഞു വേണു. അത് സംഭവിക്കണമെന്നായിരുന്നു എൻ്റെ ഒരു പ്രാർത്ഥനയും. അപ്പം അത് ശരി, എൻ്റെ കവളത്ത് അവൻ അടിക്കണമെന്ന് അച്ഛനാണോ പ്രാർത്ഥിച്ചതെന്ന് മകൾ അച്ഛനോട് ചോദിക്കുമ്പം അയ്യോ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല കേട്ടോ, പക്ഷെ നീയും അവനും തമ്മിലുള്ള കൂടിക്കാഴ്ച നിനക്ക് ഗുണമായി വരണമെന്ന് ഞാൻ ദൈവങ്ങളോട് പറഞ്ഞിരുന്നു. അത് ഞാൻ പ്രാർത്ഥിച്ചതാ മോളെ. അല്ല നിങ്ങളിനി എന്താ ചെയ്യാൻ പോകുന്നതെന്നൊന്ന് പറയാൻ പറഞ്ഞു ഭാര്യ അന്നേരം. അതൊക്കെ പറയാൻ മടി രേവതി. എന്തായാലും ഈ കളിയിൽ അവൻ തോറ്റു പോകണം, അവൻ ജയിക്കാൻ പാടില്ല. നീ ചാനലിലൂടെ അതിനൊരു തുടക്കം കുറിച്ചു. ഇനി ബാക്കി ഇതിൻ്റെ പിന്നാലെ ഇപ്പം മൂർത്തിയുടെ കൊച്ചുമോൻ അതിനൊടുക്കവും കുറിച്ചു. ഇനി നമ്മുടെ പണി എളുപ്പമായെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനും മോളും കൂടെ പലതും മനസ്സിൽ പ്ലാൻ ചെയ്ത് ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് പോലീസ് ജീപ്പ് അങ്ങോട്ടേക്ക് വന്നു. പോലീസ് ജീപ്പ് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ അനി ചാടി ഓടി ചെല്ലുക നന്ദുവിനെ കാണാൻ. അപ്പോൾ വണ്ടി തുറന്നപ്പോൾ അതിൽ നിന്ന് നന്ദുവും അതുപോലെ കനകവും അതുപോലെ സച്ചിനും ഇറങ്ങി വരുന്നു. അവരെ 3 പേരെയും കൂടെ കണ്ടപ്പോൾ നമ്മുടെ അനി തരിച്ചിങ്ങനെ നിന്ന് പോയിട്ട് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവരെ കാണുമെന്ന്. പെട്ടെന്ന് അനി ആരും കാണാതെ അവിടുന്ന് സൈഡ് പറ്റി അങ്ങ് പോവുക. അപ്പോൾ അങ്ങനെ ഇവർ 3 പേരും കൂടി ഇങ്ങനെ വന്നു. അപ്പോൾ ഇവർ 3 പേരും കൂടി ഇങ്ങനെ നിന്നു. അപ്പോഴേക്കും അനി സൈഡ് പറ്റി അങ്ങ് പോയി. ഈ സച്ചിൻ അനിയെ കണ്ടു. ആ പോകുന്നതേ അനിയല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദു ഇങ്ങനെ നോക്കുക. നന്ദു നോക്കുമ്പോൾ അനിയാണെന്ന് മനസ്സിലായി. അതെ 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 അവൻ ഇവിടെ കാണുമെന്നേ എനിക്ക് അപ്പോഴേ അറിയായിരുന്നു, അതുകൊണ്ടല്ലേ ഞങ്ങൾ റോഡിൽ നടന്നതെന്ന് പറയുക നമ്മുടെ കനകം. അത് നന്ദുവിൻ്റെ തീരുമാനമായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഇവളല്ലേ പറഞ്ഞത് അനി ഇവിടെ കാണും അതുകൊണ്ട് ഇങ്ങോട്ട് വരണ്ടാന്ന് അല്ല മോളെ എന്ന് ചോദിച്ചപ്പോൾ പറ മോളെ അവൻ ഇവിടെ ഉണ്ടെങ്കിൽ ഇപ്പം എന്താ അമ്മേ കുഴപ്പം, നമുക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് സച്ചിൻ പറയുക. പിന്നെ ഞാനേ അയാളെ ഒന്ന് വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൈകൊട്ടി അനിയെ വിളിക്കുക. അപ്പോൾ അനി തിരിഞ്ഞു നോക്കിയപ്പോൾ നീ ഇവനെ കാണാനല്ലടി രാവിലെ ഒരുങ്ങിക്കിട്ടി പോകുന്നല്ലടി എന്ന് കനക ചോദിക്കാൻ നന്ദുവിനോട്. അല്ലമ്മയെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ബീച്ചിലോട്ട് പോകാമെന്ന് ആദ്യം പറഞ്ഞപ്പോൾ നീ എന്തുകൊണ്ടാണ് ആദ്യം വരാതിരുന്നതെന്ന് ചോദിച്ചു കനകം. അത് ഞാൻ കൂടെ ഉള്ളത് കൊണ്ടല്ലായിരുന്നോ അല്ലേ? നന്ദൂട്ടാ വേണ്ട, നീ എന്നോട് കള്ളം പറയാൻ നിൽക്കണ്ട കേട്ടോ. അപ്പം ഞാൻ കള്ളമൊന്നും അല്ല അമ്മയെ പറഞ്ഞു തന്നു നന്ദു. പിന്നെ കള്ളമല്ല മൊത്തം ശരിയാ നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് പറഞ്ഞ് കനക നിൽക്കുക. അപ്പോഴേക്കും നന്ദു അനിയുടെ അടുത്തേക്ക് ഓടി ഈ സച്ചിൻ ചെന്നു. എന്നിട്ട് അവർ തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കാം. നീ അവിടെ നിൽക്കേ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് കനക വന്നിട്ട് അവരുടെ അടുത്തേക്ക് ചെന്നു. നന്ദു നടക്കാൻ വരുന്ന വിവരം അറിഞ്ഞത് അപ്പോൾ ഇങ്ങ് പോന്നു. ഞങ്ങൾ ഒരുമിച്ച് വരുന്നു എന്ന് പറഞ്ഞപ്പം ഞങ്ങൾ ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞപ്പോൾ നന്ദുവിന് ഒരുപാട് സന്തോഷമായെന്നൊക്കെ സച്ചിൻ പറയുവാണ്. പിന്നെ ഞങ്ങൾ 3 കൂടി ഇങ്ങോട്ടേക്ക് പോരുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വിവരങ്ങളെല്ലാം സച്ചിൻ പറയുവാണ്. അപ്പോൾ ഹായ് അനിമോനെ എന്ന് പറഞ്ഞ കനക അങ്ങ് ചെന്നു. മോനെന്താ ഇവിടെ
അപ്പോൾ ഞാൻ ഇവിടെ എന്ന് നടക്കാൻ വരാറുണ്ടല്ലോ അമ്മയെന്ന് അനി പറഞ്ഞു. ഓ അങ്ങനെ, ഞങ്ങളിന്ന് റോഡിലൂടെ നടക്കാമെന്നാ വിചാരിച്ചതെന്ന് കനക പറയാം. പിന്നെ മോനും അറിയില്ലേ, CI മോനാ നന്ദൂട്ടിനെ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് കനകം പരിചയപ്പെടുത്തി കൊടുക്കാം. അപ്പോഴത്തേക്കും CI ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. വലിയൊരു അഭിമാനമായിട്ട് നമ്മുടെ CI നിൽക്കുമ്പോൾ എന്നാൽ പിന്നെ ഞാൻ പോവാന്ന് പറഞ്ഞു അനി. അപ്പോൾ പോകാൻ നോക്കി അനി, അല്ല എനിക്ക് ഞങ്ങൾക്കൊപ്പം നടക്കണമെങ്കിൽ നടക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞു സച്ചിൻ. അയ്യോ ഇല്ലാന്ന് പറഞ്ഞു. അവൻ പൊക്കോട്ടെ മോനെ, മോൻ പൊയ്ക്കോ എന്നും പറഞ്ഞുകൊണ്ട് കനക അനിയെ ഓടിച്ചു വിട്ടു. നന്ദു ആണെങ്കിൽ ആകെ നിസ്സഹായനായിട്ട് നിൽക്കുക. അവനെ അമ്മയെന്ന് പറഞ്ഞു വിട്ടത്, അല്ല അവൻ പോവുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ, നമ്മുടെ കൂടെ നടന്നത് ശരിയാവില്ല, മാത്രമല്ല അനന്തപുരിയിലെ പയ്യനല്ലേ, അപ്പം നമുക്ക് അവനെ പിണങ്ങാൻ പറ്റുമോ എന്നൊക്കെ കനകം ഇങ്ങനെ ചോദിക്കാം. പിന്നെ അതുകൊണ്ട് മാത്രം നന്ദൂട്ടനെ അവനോട് അടുപ്പം കാണിക്കുന്നതും കേട്ടോ, അതിനപ്പുറം ഒന്നുമില്ല മോനെ എന്നും പറഞ്ഞ് കനകം. സച്ചിമോൻ തെറ്റിദ്ധരിക്കണ്ട, മോൻ വന്നി വാ എന്നും പറഞ്ഞ് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോകുന്നു. അതിനുശേഷം ഇവര് നന്ദുവിൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പം നന്ദു ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അത് പിന്നെ ഞാൻ നന്ദുവിനോട് നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമാണ്, നന്ദു ചെറിയ പ്രായമല്ലേ, ആ ഒരു നിലയ്ക്ക് വളരെ സീരിയസ് ആയിട്ട് നന്ദുവിന് സിവിൽ സർവീസിനെ പറ്റിയൊക്കെ ചിന്തിച്ചുകൂടെ എന്ന് സച്ചിൻ ചോദിക്കാം. വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതേപ്പറ്റി ഒന്നും ആലോചിച്ചിട്ടില്ല എന്ന് പറഞ്ഞു നന്ദു. ആലോചിച്ചിട്ടില്ലെങ്കിൽ അത് നീ ഇപ്പം ആലോചിക്കണം മോളെ എന്ന് പറഞ്ഞ കനകം. സാറേ എൻ്റെ CMO പറയുന്നതൊക്കെ നീ ഒന്ന് കേട്ട് നോക്കിക്കേ എന്നൊക്കെ കനകം. അല്ല നന്ദു ഭയങ്കര ബ്രില്യൻ്റാ, അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് സിവിൽ സർവീസിൻ്റെ കടുപ്പൊക്കെ കടക്കാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം മോളുടെ ചേച്ചിമാരും ഇത് പലപ്പോഴും മോളോട് പറയാറുള്ളതാ, ഞാനും പറയാറുണ്ട് അല്ലേ മോളെ എന്ന് പറഞ്ഞ് കനക നന്ദുവിനോട് പറയുമ്പോൾ നന്ദുവിന് ദേഷ്യം കാരണം ഒരു രക്ഷയില്ല. നന്ദു ഇങ്ങനെ തുറച്ചു നോക്കി നിൽക്കുക. നന്ദു സ്ഥിരമായിട്ട് ഈ ബീച്ചിലാണ് നടക്കാൻ വരുന്നേ? അപ്പോൾ അല്ലല്ലല്ല വല്ലപ്പോഴും ഒക്കെ വരാറുള്ളൂ, അങ്ങനെ സ്ഥിരമായിട്ടൊന്നും വരാറില്ല എന്നൊക്കെ ഇങ്ങനെ കനകം. ഇപ്പം പിന്നെ ആനയുടെ ഭീഷണിയൊക്കെ ഉള്ളത് കൊണ്ട് മോൾ ഇങ്ങോട്ട് വരാറേ ഇല്ല എന്ന് കനക പറഞ്ഞു. അല്ലേ മോളെ, അപ്പം ഇടയ്ക്കൊക്കെ ഞാൻ വരാറുണ്ടെന്ന് നന്ദു അന്നേരം പറയാം. അപ്പം കനക എന്നും പറഞ്ഞു നിൽക്കുക. കനക ചമ്മിപ്പോയി. ആ സമയം അല്ല ഇവിടെ നടക്കാൻ കുറച്ച് സേഫാ, ഞാനൊരു 7-8 റൗണ്ട് നടന്നതിന് ശേഷം പിന്നെ പുഷപ്പൊക്കെ എടുക്കും, അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അല്ല ആ അനിയുടെ ഭാര്യയായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് ചോദിച്ചു. അപ്പോൾ അയ്യോ ഇല്ല മോനെ അതൊന്നും കഴിഞ്ഞില്ല, അവരിനി ഒന്നിക്കൊന്നൊന്നും തോന്നുന്നില്ല, ആ പെണ്ണെ അതുപോലെ പ്രശ്നക്കാരിയാണെന്ന് കനകം അന്നേരം പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് കാര്യമൊന്നുമില്ലല്ലോ അമ്മേ, കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം, തിരിച്ചും അതുണ്ടാവണം, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ വിള്ളൽ വീഴുമെന്നൊക്കെ സച്ചിൻ ഇങ്ങനെ പറയണു. അതെ മോൻ പറയുന്നതൊക്കെ നീ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് നിരാശയോടുകൂടി പോവേണ്ടി വന്നല്ലോ എന്ന് പറഞ്ഞ് നന്ദു അതും ചിന്തിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ ജീവിതത്തിലെ തുടക്കത്തിൽ തന്നെ എന്തെങ്കിലും കടി ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവൻ ആഠ്യത്തിന് കുറവൊന്നുമില്ല മോനെ, അവൻ നല്ലൊരു ചെറുപ്പക്കാരനാ, പിന്നെ ആ പെണ്ണ് ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാണെന്നും പറഞ്ഞ് കനകം ഇവരുടെ കൂട്ടി നടക്കാനായിട്ട് പോയി. ഈ സമയത്ത് അബി ഇങ്ങനെ മുറിയിൽ നിൽക്കുന്നു. ജലജ പറന്ന് മകൻ്റെ അടുത്തേക്ക് ചെല്ലുക. എടാ മോനെ അബി, എന്താ അമ്മേ? എടാ ഒരു സംഭവം ഉണ്ടായടാന്ന് പറഞ്ഞു. എന്താ അമ്മയെന്ന് ചോദിച്ചു. അപ്പോൾ കരണത്ത് തല്ലിയടാ. ആരടാ കരണത്ത് തല്ലി അമ്മയെന്ന് വ്യക്തമായിട്ട് പറയാൻ പറഞ്ഞു അബി. അപ്പോഴേക്കും ജലജ വിശദമായിട്ട് പറയുവാണ്. അവളാണെങ്കിൽ അവൾക്ക് വായി തോന്നിയത് ഏതാണ്ടൊക്കെ അനിയെ വിളിച്ചു പറഞ്ഞു, മുത്തശ്ശനെയും അവൾ ഏതാണ്ടൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് അവൻ അവളുടെ കരണത്ത് തല്ലിയത്. അപ്പോഴേക്കും അബിക്ക് ഭയങ്കര സന്തോഷമായി. ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ലല്ലോ അമ്മേ എന്ന് മോൻ. അപ്പോൾ ഒരിക്കലും പാടില്ല, ഇത് വെറുതെ വിടാനേ പാടില്ല എന്ന് അമ്മ മോന് പറഞ്ഞു കൊടുക്കുക. നീ എത്രയും പെട്ടെന്ന് അനാമികയെ കാണണമെന്നും പിന്നെ എന്നിട്ട് ആ കൊച്ചിനെ തിളപ്പിച്ച് വിടണം, കേസ് കൊടുക്കാൻ പറയണമെന്ന കാര്യമൊക്കെ പറയാം. അപ്പോൾ ഇത് കേസാക്കിയതുകൊണ്ട് ഒരു കാര്യമില്ല അമ്മയെന്ന് അഭി പറയുവാണ്. അനിയുടെ കാരണത്ത് ആ CI തല്ലിയതിന് ശേഷം ഇവിടുന്ന് മുത്തശ്ശൻ പോലീസ് സ്റ്റേഷനിൽ പോയി ആ CIയെ പൊളിച്ചടുക്കുകയായിരുന്നു എന്ന കാര്യം പറയാം. പിന്നെ അതുകൊണ്ട് ഇനി അനന്തപുരിയിലെ പയ്യനെ തൊടാൻ പേടി അയാൾക്ക് എന്തായാലും കാണുമെന്ന കാര്യം അഭി പറയുവാണ്. ഇവിടെ പ്രഗത്ഭനായിട്ടുള്ള ഒരു വക്കീൽ വിചാരിച്ചാൽ കാര്യങ്ങൾ നടക്കുള്ളൂ എന്നും പറഞ്ഞു. എടാ നിനക്കറിയാവുന്ന വക്കീലന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കടാ, അങ്ങനെ എന്തെങ്കിലും നീ ചെയ്യാൻ നോക്കാൻ പറഞ്ഞു. കേസൊക്കെ ഒന്ന് ബലക്കെട്ടടാ, നീ ചെയ്യടാ എന്ന് പറഞ്ഞു. എടാ ഒത്തു കിട്ടുന്ന ഓരവസരവും നമ്മളായിട്ട് പാഴാക്കി കളയാൻ പാടില്ല എന്ന് ജലജ മോന് പറഞ്ഞു കൊടുക്കുന്നു. അത്രത്തോളവേ ഇവിടെയുള്ളവർ നമ്മളെ തള്ളിക്കളഞ്ഞവരാടാ. ആദർശ തെറ്റ് ചെയ്തപ്പോഴേ അവനൊപ്പം നിന്നിട്ട് കമ്പനിയിൽ നിന്നെ തരം താഴ്ത്തുകയാണ് ആദർശം അവൻ്റെ മുത്തശ്ശനും ഒക്കെ കൂടെ ചെയ്തത്. നിന്റെ അമ്മാവന്മാരും ഒട്ടും മോശമൊന്നും ആയിരുന്നില്ല, നിനക്കറിയാവുന്നതാണല്ലോ. എല്ലാവരെയും ഒരു പാഠം പഠിപ്പിക്കാൻ കിട്ടിയൊരു അവസരമാണിത്, അത് നമ്മൾ ഉപയോഗിക്കണം. ഇത് പാഴാക്കി കളഞ്ഞാൽ ശരിയാവില്ല മോനെ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പം ഞാനേ ഒന്ന് ജ്വല്ലറിയിലോട്ട് പോകാൻ കൊടുക്കുമായിരുന്നു. ആദ്യം നീ ഈ കാര്യം ഒന്ന് റെഡിയാക്കുക, അതിനുശേഷം നീ ജ്വല്ലറിയിലേക്ക് പോകാം. നിന്നെ ഇടിച്ച് താഴ്ത്തിയവരുടെ മുന്നിലേ നിനക്ക് ആളാവണ്ടേടാ. അപ്പം ശരി അമ്മേ, ഞാൻ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു അബി അങ്ങ് പോയി. ജലജ ഇങ്ങനെ പ്രതീക്ഷയോടെ നിൽക്കുക.
ഈ സമയത്ത് നമ്മുടെ കനക ഞാൻ ഇവർക്കിടയിൽ ഒരു കട്ടറുമ്പായിട്ട് നിൽക്കുന്നത് ശരിയല്ല, ഇവരൊന്നിച്ച് നടക്കുന്നതായിരിക്കും നല്ലത്, ഇവരൊന്നിച്ച് നടക്കട്ടെ, എന്നിട്ട് മോളെ നിങ്ങൾ ഒരുമിച്ച് നടക്കുക, ഞാൻ നടക്കട്ടെ കേട്ടോ ഒന്നും പറഞ്ഞിട്ട് കനക അങ്ങ് മാറി നിൽക്കാം. അപ്പോൾ എനിക്കും കുറച്ച് ഫിറ്റ്നസ്സൊക്കെ ഉണ്ട്, എന്നാലും ബോഡിയുടെ കാര്യത്തിൽ നന്ദു കുറച്ചുകൂടെ ഫിറ്റാ. അപ്പം എനിക്ക് 22 വയസ്സല്ലേ ആയിട്ടുള്ളൂ, എനിക്കും പ്രായം അധികമൊന്നും ഇല്ല എന്ന് സച്ചിൻ പറഞ്ഞു. എന്നാലും 32 വയസ്സ് കഴിഞ്ഞ് കാണില്ലേ എന്ന് ചോദിച്ചു. അയ്യോ എന്നെ കണ്ട അത്രയ്ക്ക് പ്രായമൊക്കെ തോന്നും എന്ന് സച്ചിൻ ചോദിക്കാം. അതൊക്കെ തോന്നും, അതിൽ കൂടുതലാണെങ്കിലേ ഉള്ളൂ എന്ന് നന്ദു അന്നേരം സച്ചിനോട് പറഞ്ഞു. സച്ചിൻ അന്നേരത്തേക്ക് അങ്ങനെയൊക്കെ തോന്നുമോ? അപ്പോഴേക്കും നന്ദു നടന്ന് നിങ്ങൾ പോന്നു. അതെ നന്ദു പോകുന്ന ജിം ഏതാ? എന്തോന്നാ? അല്ല നന്ദു പോകുന്ന ജിം ഏതാണെന്ന്. ഞാനങ്ങനെ ജിമ്മിലൊന്നും പോകാറില്ല, ജിമ്മിൽ പോയിട്ട് വെറുതെ എന്തിനാ മസിൽ പെരുപ്പിക്കുന്നതെന്ന് നന്ദു അന്നേരം ചോദിച്ചു. പിന്നെ രാവിലെയും വൈകുന്നേരവും നടന്നാൽ തന്നെ ശരീരമൊക്കെ നല്ല ഫിറ്റ് ആകും, പിന്നെ അത്യാവശ്യം യോഗയും കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നും പറഞ്ഞു. എങ്കിൽ എൻ്റെ ലൈനും അതാ, നന്ദു ജിമ്മിൽ പോകുന്നുണ്ടെങ്കിൽ ഇനി അതിൽ പോകണ്ട എന്നായിരുന്നു ഞാൻ ജിമ്മിനെ പറ്റി ചോദിച്ചതേ. വാടാ കിടന്ന് ഉരുളണ്ടടാ, ഉരുണ്ടാലേ മണ്ണ് പറ്റുമെന്ന് നന്ദു ഇങ്ങനെ മനസ്സിൽ പറയാം. അവരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ കനക അപ്പുറം മാറി നിൽക്കുവാണ്. അങ്ങനെ ഇവർ രണ്ടുപേരുടെ വർത്താനമൊക്കെ പറഞ്ഞു പോകുന്നത് കണ്ട് സന്തോഷിച്ച് നിൽക്കുക നമ്മുടെ കനക. അല്ല നന്ദുവിന് എന്നോടൊന്നും പറയാനില്ലേ എന്ന് ചോദിച്ചു. ഒന്നും ചോദിക്കാനും ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം നടക്കുന്നതിനിടയിൽ അധികം സംസാരമൊന്നും പാടില്ലെന്നല്ലേ സാറ് പറയാറ്. അപ്പോൾ കറക്റ്റ് നന്ദുവിനെല്ലാം നല്ല ഓർമ്മയുണ്ടല്ലേ. അപ്പോൾ എല്ലാം നമ്മൾ ഒരുമിച്ചാണ് ചിന്തിക്കുന്നത്, ഒരുപോലെയാണ് ചിന്തിക്കുന്നത്, നമ്മൾ കറക്റ്റ് ലൈനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. പിന്നെ അനിയുടെ കാര്യം എടുത്തിട്ടു. അപ്പോൾ അനിയുടെ കാര്യം എടുത്തിട്ടപ്പോൾ നന്ദു പറഞ്ഞു, അതിന് സാറ് വിചാരിക്കുന്നത് പോലെ അവൻ എന്നെ വായി നോക്കി നടക്കുന്ന ഒരു പയ്യനൊന്നും അല്ല എന്ന്, അവൻ മാന്യനാണെന്ന് പറയുമ്പോൾ ഇപ്പോഴും ആ മാന്യൻ ഇവരുടെ ഉള്ളിലുണ്ടല്ലേ എന്നും പറഞ്ഞ സച്ചിൻ. അവൻ അത്ര മാന്യനായിരുന്നെങ്കിലേ നന്ദുവിനെ കാണാൻ ഇടിച്ചു കയറി പോലീസ് സ്റ്റേഷനിലേക്ക് വരുമോ എന്നൊക്കെ ചോദിച്ചു. ഇവിടെയൊക്കെ ഇങ്ങനെ വന്ന് കാത്തു നിൽക്കുമെന്നും സച്ചിൻ ഇങ്ങനെ ചോദിക്കാം. അനി ഇവിടെ എന്നെ കാണാൻ കാത്തു നിന്നതാണെന്ന് സാറിനോട് ആരാ പറഞ്ഞതെന്ന് ചോദിച്ചു നന്ദു. അത് പിന്നെ സാറല്ലേ എന്നെയും കൂട്ടി ഇങ്ങോട്ട് വന്നതെന്നും നന്ദു ചോദിക്കുക. അത് നന്ദു പറഞ്ഞത് ശരിയാ, അവനെവിടെ ഉള്ളത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ നന്ദു ഇങ്ങോട്ട് വരാത്തത് അല്ലേ. അപ്പോൾ അതുകൊണ്ടൊന്നും അല്ല വരാത്തത്. പിന്നെ അനി എന്നെ കാണാനല്ല ഗ്രൗണ്ടിലേക്ക് വന്നത്, നടക്കാനാണ് വന്നത്. സാറ് ചുമ്മാ വേണ്ടാത്ത അർത്ഥമൊന്നും കാണണ്ട. ഇനി അനി എന്നെ കാണാനാണ് വന്നതെങ്കിൽ ഞാൻ അമ്മയും കൂട്ടി ഇങ്ങോട്ടല്ലേ വരേണ്ടിയിരുന്നതെന്ന് നന്ദു ചോദിച്ചു. അത് ശരിയാ, നന്ദു പറഞ്ഞത് ശരിയാ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തിരിക്കുന്നു, അതിന് ഞാൻ നന്ദുവിനോട് മാപ്പും പറയുന്നു. മാപ്പൊന്നും വേണ്ട സാറേ, ആൾക്കാരെ വെറുതെ തെറ്റിദ്ധരിക്കാതിരുന്നാൽ മതി എന്ന് പറയുമ്പോൾ ഓക്കെ ഞാനിനി അങ്ങനെയൊന്നും ചിന്തിച്ചൊന്നും വേണ്ട. അങ്ങനെ രണ്ടുപേരും കൂടെ നടന്നു പോകുന്നത് കനക സന്തോഷത്തോടെ നിൽക്കുന്നു. ഈ സമയത്ത് നമ്മുടെ അനി വണ്ടിയിൽ ഇങ്ങ് പോരുവാണ്. പിന്നെ വന്ന സ്ഥലത്ത് തന്നെ ഇവരെ കൊണ്ടുവന്ന് വിട്ടു ഈ സച്ചിൻ. അപ്പോൾ ഇടയ്ക്കൊക്കെ നന്ദുവിനെ നടക്കാൻ വിടണേ, പിന്നെ നന്ദു നടക്കാൻ വരുമ്പോൾ എന്നോടും കൂടെ ഒന്ന് പറഞ്ഞാൽ ഞാനും കൂടെ വരാമെന്ന് സച്ചിൻ പറയാണ്. അപ്പോൾ നന്ദുവിൻ്റെ മുഖത്തൊരു സങ്കടം, നന്ദുവിൻ്റെ മുഖത്ത് എന്തോ ഒരു വിഷമം പോലെ എന്ന് ചോദിച്ചു. അപ്പോൾ നന്ദുവിന് എന്താ എൻ്റെ ഒപ്പം നടന്ന് ഇഷ്ടപ്പെട്ടില്ലെന്ന് ചോദിച്ചു. അയ്യോ എനിക്കെന്താ സാർ പ്രശ്നം, എനിക്കൊരു പ്രശ്നമില്ല എന്ന് നന്ദു അന്നേരം സച്ചിനോട് പറഞ്ഞു. പിന്നെ ഇങ്ങനെ പുറത്ത് വെച്ച് കാണുമ്പോൾ എന്നെ സാറേ എന്നൊന്നും വിളിക്കണമെന്നില്ല കേട്ടോ, ഒന്ന് സച്ചിൻ പറയുക. പിന്നെ അത് ഡ്യൂട്ടി സമയത്ത് മാത്രം മതി, അല്ലാത്തപ്പോൾ എന്നെ സച്ചേട്ടാ എന്ന് വിളിക്കാമല്ലോ. അശ്വ എൻ്റെ ദൈവമേ, ഞാനത് പറയാൻ വരുമായിരുന്നു മോനെ, ഇനി അങ്ങനെ വിളിച്ചോളും കേട്ടോ എന്ന് കനകം. അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ സാർ എന്ന് വിളിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക നമ്മുടെ കനക. അപ്പോൾ എൻ്റെ സീനിയർ ഓഫീസറാ, അപ്പോൾ ആ ബഹുമാനം ഞാൻ എപ്പോഴും കൊടുക്കണമല്ലോ അമ്മേ എന്ന് പറഞ്ഞു നന്ദു. അയ്യോ സീനിയറും ജൂനിയറും ഒക്കെ ഡ്യൂട്ടി സമയത്ത് മതി എന്നാ ഇപ്പോൾ CIമോൻ പറഞ്ഞത്, അല്ലാത്തപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്ന്. അല്ല മോനെ എന്ന് കനക. അതെ എന്ന് പറഞ്ഞ് സച്ചി നിൽക്കണം. എന്തായാലും എൻ്റെ പൊന്നു മോനെ ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ, മോനുമായിട്ട് ഒരുമിച്ച് നടക്കാനൊക്കെ പറ്റിയല്ലോ, അതത്ര ചെറിയ കാര്യമൊന്നും അല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ കനക പറയുമ്പോൾ അമ്മ അച്ഛനെയും നന്ദുവിനും കൂട്ടി ഇടയ്ക്ക് എൻ്റെ ഗസ്റ്റ് ഹൗസിലേക്ക് പോരെന്ന് പറഞ്ഞു. ഇടയ്ക്ക് ഞാനും അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം പറഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞ് അവർ പിരിഞ്ഞു. അപ്പോൾ അങ്ങനെ അവർ സംസാരിച്ച് സച്ചിൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കനകതേ നന്ദുവിനെ പിടിച്ചു. നമ്മളിതെല്ലാം നടന്നുകൊണ്ടിപ്പോൾ നീ ആര് വിളിച്ചെന്നാടി എന്നോട് പറഞ്ഞത്? 2 തവണയാണ് നിനക്ക് കോൾ വന്നത്, അത് 2 അവനല്ലേ എടി വിളിച്ചത്? അവനൊന്നും അല്ല എന്നെ വിളിച്ചത് അല്ലേ, നുണ പറയരുത്. ഇനി നീ എന്നോട് കള്ളം പറഞ്ഞാലുണ്ടല്ലോ നിന്നെ ഞാൻ കൊന്നു കളയും നിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞ് നന്ദു ഇങ്ങനെ പറയാം. അപ്പോൾ ഇതെല്ലാം ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കൂടി എന്നും പറഞ്ഞ കനക. അന്നേരം എന്തിനാ അമ്മ വെറുതെ അച്ഛനെ ടെൻഷൻ ആക്കുന്നതെന്ന് നന്ദു. നീ കൊള്ളാലോ, അത് തന്നെ അടി എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത്, എന്നെ അച്ഛനെ എന്തിനാടി നീ ഇങ്ങനെ ടെൻഷൻ ആക്കുന്നതെന്ന് ചോദിച്ച് കനക അവിടെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ ഒരു ചെറുക്കനെ നിനക്ക് ഭർത്താവായിട്ട് കിട്ടണമെങ്കിലേ പുണ്യം ചെയ്യണോടി, പുണ്യം എന്നും പറഞ്ഞ് നന്ദുവിനോട് കനക ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്നത് കേട്ട് ചൊറിഞ്ഞു കയറി നിൽക്കുന്ന നന്ദുവിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ലേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. നന്ദി.